ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് അച്ഛനും അമ്മയും കാവേരിയും പിന്നെ കവിതയും മാത്രമാണ്. ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ്. നമ്മൾ പുറത്താണെന്ന് അറിഞ്ഞു വെച്ചല്ലേ ഈ സംഭവം നടത്തിയിരിക്കുന്നത്. അത് ശരിയാ. സത്യം കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. CCTV ക്യാമറ പരിശോധിച്ചാൽ മാത്രം മതി. ആരെങ്കിലും വീട്ടിനുള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താനാവും. സഞ്ജു, നമുക്ക് CCTV ക്യാമറയുടെ ഫുട്ടേജ് എടുക്കാം. ഇതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ടല്ലോ. ഈ സംഭവം നടന്ന ആ സമയത്ത് ഈ വീട്ടിലെ എല്ലാ CCTVയും ഓഫാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെ, ആ സമയം CCTV ഓഫായിരിക്കുക. അപ്പോ അത് മനഃപൂർവ്വം ആരോ ഓഫാക്കിയതാ. അത് ഈ വീട്ടിൽ പിന്നെ ആര് ചെയ്യാനാ? ആരും ആവാം. കുറെ ദിവസങ്ങളായി ഈ വീട്ടിൽ അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ നടക്കുന്നത്. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ സത്യം എങ്ങനെ തെളിയിക്ക? ദേവി, ഇതെന്തൊരു പരീക്ഷണം! അങ്ങനെ മനഃപൂർവ്വം ആരെങ്കിലും CCTV ഓഫാക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, മുത്തശ്ശിയുടേത് ഒരു സ്വാഭാവിക വീഴ്ചയല്ല. ആരോ മനഃപൂർവ്വം ചെയ്ത. അങ്ങനെ എനിക്ക് തോന്നി. ശരി, അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് കരുതാം. പക്ഷേ അതിന് യാതൊരു തെളിവും ഇല്ലല്ലോ. ഇനി എങ്ങനെയാ ആ സത്യം തെളിയിക്കാനാവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നടന്ന എല്ലാ കാര്യങ്ങളിലും ദുരൂഹതയുണ്ട്. മുത്തശ്ശി എങ്ങനെയോ മരിച്ചു. ആ സത്യം എനിക്ക് കണ്ടെത്തണം. അതിപ്പോ എന്റെ ഏറ്റവും വലിയ ആവശ്യം. ഈ ഒരു തെളിവ് നശിപ്പിക്കാൻ പറ്റുള്ളൂ. ദേവി എന്നോടൊപ്പം ഉണ്ട്. എങ്ങനെയും ഞാൻ ആ സത്യം തെളിയിക്കും. അത് എന്റെ ആവശ്യം, എന്റെ വാശിയാ. ഉറപ്പായും ആ സത്യം ഞാൻ കണ്ടെത്തും.